ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, എപ്പോഴും ക്രൈം ത്രില്ലർ അല്ലാതെ കോമഡിയും ഫീൽ ഗുഡ് മൂവീസും വേണമെന്ന് പലരും ചോദിക്കുകയുണ്ടായി. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു, ഒന്നും വലിയ തരമില്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇങ്ങനെയുള്ള നിസ്സഹായ അവസ്ഥയിലാണ് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടത്. നല്ല സിനിമകൾ അറിയുകയാണെങ്കിൽ കമന്റിലൂടെ എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാനത് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും പൊട്ടപ്പടം പറഞ്ഞ് എൻ്റെ സമയം കളഞ്ഞ് നോവിക്കരുത്. ഒരുപാട് പേര് പറഞ്ഞ സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ട് തോൽവിയായി റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 മൂഞ്ചപ്പടം കണ്ട ഒരു ദിവസവും പോകും, പിറ്റേന്ന് ഞാൻ മാനസിക രോഗിയാവും. പിന്നെ സ്വബോധം വീണ്ടെടുത്ത് പടം ചെയ്യുമ്പോഴേക്കും സമയം പിടിക്കും. അതുകൊണ്ട് നല്ല റേറ്റിംഗ് ഉള്ള, നല്ല അഭിപ്രായമുള്ള സിനിമകൾ മാത്രം എനിക്ക് സജസ്റ്റ് ചെയ്യും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറും ഒരു സിനിമയല്ല, ഒരു ഓർമ്മയാണ്. വലിയൊരു വേദനയുടെ ഓർമ്മ. ആ ഓർമ്മയിലും ചെറിയൊരു ആശ്വാസം ഇവർ പകരുന്നുണ്ട്. കോരി തരിച്ചിരുന്ന് കാണണം, അത് രസമാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെന്ന് അറിയുമ്പോൾ മനസ്സ് വിങ്ങിപ്പൊട്ടും. 2004 സുനാമി. അതിൽപ്പെട്ട ഒരു കുടുംബം ജീവന് വേണ്ടി അവർ പോരാടുന്ന പോരാട്ടത്തിന്റെ കഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വളരെ രസകരമാണ്, ആരും തന്നെ മിസ്സാക്കാൻ പാടില്ല. ഒരുപക്ഷെ ആ കാലഘട്ടത്തെ കുറിച്ച് അറിവില്ലാത്തവരും ഓർമ്മയില്ലാത്തവരും തീർച്ചയായിട്ടും ഇത് കാണണം. ഞാനൊക്കെ TV കണ്ടതായിരുന്നു. ആ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു, വിവരിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2012 റിലീസ് ചെയ്ത ദ ഇംപോസിബിൾ എന്ന സർവൈവൽ ത്രില്ലർ മൂവിയെക്കുറിച്ചാണ്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു കാര്യം പറയട്ടെ. എന്താ അത്? സിനിമകൾ നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന അതേപോലെ ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് അറിവും വിവരങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് പുസ്തകം വായന. പുസ്തകങ്ങളുടെ മായാലോകത്തേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു ലഹരിയാണെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. വിർജിനിയ വൂൾഫ് പറഞ്ഞിട്ടുണ്ട്, 1000 പുസ്തകങ്ങൾ വായിക്കൂ, നിങ്ങളുടെ വാക്കുകൾ ഒരു അരുവി പോലെ ഒഴുകുമെന്ന്. സോ വായനയിൽ മുഴുകാൻ നമ്മൾക്കെല്ലാവർക്കും താല്പര്യമുണ്ട്. സമയം ഇല്ലാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഓഡിയോ ബുക്സ്. നമ്മുടെ ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പുസ്തകങ്ങൾ കേട്ട് മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത് ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷനായ കൂക്കു FM കുറിച്ചാണ്. വിങ്സ് ഓഫ് ഫയർ, ഇക്കിഗായ്, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്, ഹുവാൻ റൂഫോയുടെ പെട്രോ പരാമോ. പുസ്തകം വായിക്കാത്തവര് പോലും ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള പേരാണ് ഷേക്സ്പിയറും ഹാംലെറ്റും. ഇവയെല്ലാം നിങ്ങൾക്ക് കഥയായിട്ട് കേൾക്കാം. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷണൽ കണ്ടന്റ് മാത്രമല്ലാതെ നോൺ ഫിക്ഷൻ സ്റ്റോറീസും കൂക്കു FM ആപ്പിൽ ലഭ്യമാണ്. ഇനി നമ്മുടെ സ്വന്തം മലയാള സാഹിത്യകാരന്മാരിലേക്ക് വരാം. MDയുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ഓപ്പോൾ, ഉറൂബിന്റെ ആമിന, ഇന്ത്യ വിഭജന കാലത്തെ ബംഗാളിന്റെ പരിസരത്ത് പറയപ്പെടുന്ന അപൂർവമായ സുന്ദര പ്രണയകഥയാണ് ആമിന. ഇനി ഇൻവെസ്റ്റിഗേഷനാണ് വേണ്ടതെങ്കിൽ പലതരം സീരീസുകളുമുണ്ട് ഓഡിയോ ബുക്സ് ആയിട്ട്. ഈ പുസ്തകങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് നെടുമുടി വേണു സാർ, KPSC ലളിത ചേച്ചി, നടൻ സിദ്ദിഖ്, ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവരാണ്. പുസ്തകങ്ങൾക്കുള്ള മ്യൂസിക് നൽകുന്നത് ജോൺസൺ മാഷ്, അതുപോലെ അർജുനൻ സാറ്, ഷഹബാസ്, അമൻ തുടങ്ങിയ പ്രമുഖരാണ്. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബയോഗ്രഫി തുടങ്ങിയ പല ജേണേഴ്സിലുള്ള അനവധി ഓഡിയോ ബുക്സ് HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാം. പ്രൊഡക്റ്റീവായി നിങ്ങളുടെ സമയത്തെ ഉപയോഗപ്പെടുത്തൂ. കൂക്കു FMൽ ഈ മാസം 22 മുതൽ 31 വരെ നടക്കുന്ന റിപ്പബ്ലിക് ഡേ സെയിലിൽ 60% ഡിസ്കൗണ്ട് ആണ് നൽകുന്നത്. ഈ സമയത്ത് നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വെറും 39 രൂപയ്ക്ക് 10,000-ൽ പരം പുസ്തകങ്ങൾ കേട്ടാസ്വദിക്കാം. അതിനുവേണ്ടി ഇന്ത്യ 60 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും നൽകിയിട്ടുണ്ട്. പുതിയ കൂട്ടുകാരെല്ലാം തന്നെ ചെക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഡിസംബർ 26, 2004 അതിഭയങ്കരമായ സുനാമി സൗത്ത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഏഷ്യയെ ആക്രമിച്ചു. ആ ഒരു ദിവസം കൊണ്ട് ലോകം തന്നെ മാറി മറിഞ്ഞുപോയി. അന്ന് ആ സുനാമിയിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ കഥയാണത്. കട്ട് ചെയ്ത അച്ഛനും അമ്മയും 3 പിള്ളേരും അടങ്ങിയൊരു സന്തോഷ കുടുംബം. 3 ആൺപിള്ളേരാണ്. നല്ല രസമുണ്ട് പിള്ളേരെ കാണാൻ. അതിലും കൊച്ചു പയ്യനെ കാണുമ്പോൾ കൊഞ്ചിക്കാൻ തോന്നും. മൂത്താള് മറ്റാരുമല്ല, പ്രായം തികയാത്ത നമ്മുടെ സ്പൈഡർമാൻ. പക്ഷെ മുഖത്തിനൊരു മാറ്റമില്ല. വിമാനം എയർഗട്ടറിൽ കിടന്ന് ചാടുമ്പോൾ അമ്മ നല്ല പേടിക്കുന്നുണ്ട്. പക്ഷെ മൂത്ത ആൾക്ക് പേടിയില്ല. നമ്മുടെ സ്പൈഡർമാൻ അവൻ ധൈര്യശാലിയാണെന്നാണ് സ്വയം വാദിക്കുന്നത്. ഇപ്പൊ കുടുംബം തായ്ലാന്റിലേക്ക് ക്രിസ്മസ് അവധിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ഹോളിഡേ ട്രിപ്പ്. അവിടുത്തെ അത്യാവശ്യം നല്ലൊരു റിസോർട്ടിലാണ് ഇവർ താമസിക്കുക. റിസോർട്ടൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. റിസോർട്ട് ഉടമ ചോദിക്കും ഇവരെന്ത് ജോലിയാ ചെയ്യണമെന്ന്. ഹീറോ ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ്, ഭാര്യയാണെങ്കിൽ ഡോക്ടറാണ്. ഞാനൊരു ഡോക്ടറാണ്, ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, നിറച്ച് പിള്ളേരായില്ലേ, അവരെ നോക്കാന്ന് പറയാമ്മ. നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടാണ്. റിസോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് കടലുള്ളത്. റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. കടൽ ശരിക്കും അതിശയം തന്നെയാണ്. ആടി ഒലഞ്ഞിങ്ങനെ ശാന്തമായിരിക്കും
ഇരിക്കുന്ന കടൽ. ഞങ്ങളുടെ നാട്ടിൽ കടലില്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര അതിശയാണ് ഈ കടൽ, അതേസമയം ഭയവുമാണ്. ആദ്യ ദിവസം വൈകിട്ട് ഇവര് വിളക്ക് കൊളുത്തിയ ബലൂണൊക്കെ പറത്തിവിട്ട് ആഘോഷിക്കുന്നു. കുഞ്ഞിനപ്പൻ തോളി കയറ്റി വെച്ച് ആകാശത്ത് നക്ഷത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിള്ളേരെ കിടത്തി ഉറക്കി അന്ന് രാത്രി കഴിഞ്ഞു. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിറ്റേന്ന് അപ്പൻ പിള്ളേരെ കൂടെ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയാവും. അമ്മ ഒരു പുസ്തകവും വായിച്ചിട്ട് അപ്പനും പിള്ളേരെ സന്തോഷിക്കുന്നു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവര് റിസോർട്ടിലേക്ക് തിരിച്ചു വരും. പിള്ളേരിപ്പോൾ റിസോർട്ടിനകത്താണ് ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോളിഡേ ആസ്വദിക്കാൻ വന്നതാണെങ്കിൽ പോലും നമ്മുടെ ഹീറോയുടെ ജോലി ഇപ്പം ഏതാണ്ട് പോയ അവസ്ഥയിലായിരിക്കും. സാമ്പത്തികമായി ഇവർക്ക് ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്ന സൂചനയുണ്ട്. ഹീറോയുടെ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയായിരിക്കും ജോലിക്ക് പോകേണ്ടത്. അതിന് അവളും തയ്യാറാണ്. പക്ഷെ ഇപ്പം എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ല. എന്തായാലും വെക്കേഷന് വന്നതല്ലേ, ആദ്യം അതിന്റെ മൂഡ് കളയണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൻ പിള്ളേരെ കൂടെ കളിക്കാൻ പോണ്ടിലേക്ക് ചെല്ലും. പെട്ടെന്നാണ് ശക്തമായൊരു കാറ്റുണ്ടാവുന്നത്. അമ്മയുടെ പുസ്തകത്തിൽ ഒരു പേജ് ദൂരേക്ക് പറന്നുപോയി. കിളികളെല്ലാം പേടിച്ചരണ്ട് ഒച്ച വെച്ച് പറന്നു പോകുന്നു. ദൂരെ നിന്നും ശക്തിയായ എന്തോ ഒന്ന് ഇവരെ പ്രദേശത്തേക്ക് ആഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. എന്താണെന്നറിയാതെ എല്ലാവരും കൗതുകത്തോടെ കണ്ണും മിഴിച്ചിരിപ്പായിരിക്കും. ഒരു സെക്കൻഡ് ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ഇവർ റിസോർട്ടിന് മുന്നിലുള്ള തെങ്ങുകളെല്ലാം കടപുഴകി വീഴുന്നത് കാണുക. പൊടുന്നനെ കൂറ്റൻ തിരമാലകൾ, കടൽ അങ്ങനെ തന്നെ അതിന്റെ വെള്ളം കരയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. മേൽക്കൂരകൾ പോലും മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളം, കൂറ്റൻ തിരമാല, കടൽ അങ്ങനെ തന്നെ കരയിലേക്ക് കയറിയതായിട്ടാണ് മനസ്സിലാവുക. ആർക്കതിനെ തടയാൻ കഴിയുക? മുന്നിലുള്ളതെല്ലാം നാശമായിട്ട് പോവുകയുള്ളൂ. അമ്മ ഒരു ഭാഗത്ത്, അപ്പനൊരു ഭാഗത്ത്, മൂത്ത മകൻ വേറൊരു ഭാഗത്ത്. ഇവരെല്ലാവരും പരസ്പരം പേരുകൾ വിളിക്കുന്നുണ്ട്. അപ്പൻ കയ്യിൽ 2 കൊച്ചു പിള്ളേരെ എടുത്തിട്ട് ഓടുകയാണ്. എന്നാൽ അപ്പൻ ആ വെള്ളം വിഴുങ്ങിക്കഴിഞ്ഞു. അമ്മ മൂത്ത മോനെ വിളിക്കുന്നുണ്ട്, ലൂക്കാസ് ലൂക്കാസ്. പക്ഷെ അടുത്ത സെക്കൻഡ് മുഴുവൻ ഇരുട്ടായി. എന്താ സംഭവിച്ചെന്നറിയില്ല. ചെറുതായിട്ട് പല ഭാഗത്തും ചെറിയ വെളിച്ചം കാണാം. വെള്ളം അമ്മയെ ഒഴുക്കിലൂടെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. എവിടെയോ അവൾക്ക് പിടികിട്ടി. കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവളൊരു തെങ്ങി പിടിച്ച് നിൽക്കുകയായിരിക്കും. മക്കളെ കാണുന്നില്ല, ഭർത്താവിനെ കാണുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. വാവിട്ട് കരയാണ്. അപ്പോഴാണ് മൂത്ത മോൻ, തന്റെ സ്വന്തം മൂത്ത മോൻ വെള്ളത്തിലൂടെ അടിച്ചിട്ട് പോകുന്നത് അമ്മ സ്വന്തം കൺമുന്നിൽ കാണുന്നു. ലൂക്കാസ് ലൂക്കാസ് എന്ന് വിളിക്കുന്നുണ്ട്. അവന് വിളി കേൾക്കുന്നില്ല. പെറ്റമ്മയല്ലേ. അവര് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. മകന് നേരെ നീന്തി പോവാണ് അവര്. അമ്മ വരുന്നത് മോൻ കാണും. അവൻ അമ്മയെ സഹായിക്കും, അമ്മയെന്ന് പറയുന്നുണ്ട്. അവന് നീന്താനും കഴിയുന്നില്ല. ഇവിടെ അമ്മയുടെ നെഞ്ചത്ത് മരക്കമ്പുകൾ കുത്തിക്കീറി, അവരുടെ കാലും കീറി, ചോര വാർന്നൊഴുകാണ്. മോൻ എവിടെയോ പിടുത്തം കിട്ടിയതായിട്ട് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ അമ്മയെ വെള്ളം അടിച്ചെടുത്തോണ്ട് പോവാണ്. അമ്മ മോനോട് വിളിച്ചു പറയും, പിടിവിടല്ലേ മോനെ, പിടിവിടല്ലേ, അവിടെ തന്നെ നിന്നോളാൻ. പക്ഷെ അമ്മ പോകുന്നത് കണ്ടിട്ട് ലൂക്കാസിന് അവിടെ തന്നെ നിൽക്കാൻ മനസ്സില്ല. അവൻ പിടിവിട്ട് അമ്മയ്ക്ക് നേരെ നീന്തി വരുവാണ്. ഒരു ബെഡിൽ അവന് പിടുത്തം കിട്ടി. ആ ബെഡോട് കൂടി അവൻ അമ്മയുടെ അരികിലേക്ക് നീന്തി നീങ്ങി വരുന്നു. അമ്മയ്ക്കും ആ ബെഡിൽ പിടുത്തം കിട്ടി. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കൂ എന്നവൻ വിളിച്ച് കരയുന്നുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ലല്ലോ, ആരുമില്ല. വെള്ളം അവരെ അടിച്ചെടുത്തോണ്ട് പോകുന്നു. അമ്മയൊരു ഭാഗത്ത്, മോനൊരു ഭാഗത്ത്. അവർ തമ്മിൽ കൈ കോർക്കാൻ വേണ്ടി കൈ നീട്ടി അമ്മ കയ്യിലേക്ക് പിടിക്കും മോനെന്ന് പറയുകയുള്ളൂ. അപ്പോഴേക്കും ഈ ബെഡ് ഒരു പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ് 2 പേരും 2 ഭാഗത്തേക്ക് ചെതറി വീണുപോയി. അവൾ എങ്ങനെയൊക്കെയോ നീന്തി മുകളിലേക്ക് വരുന്നുണ്ട്. മോനെ കാണാനില്ല. ലൂക്കാസ് ലൂക്കാസ്. കുത്തിയ ഒഴുക്കിൽ അവൾ പെട്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് അമ്മയുടെ പുറകിൽ കുറച്ച് അകലെയായിട്ട് ലൂക്കാസ് ഒഴുകി വരുന്ന കാണാം. അമ്മയ്ക്കും പിന്നിലാണവൻ. എന്നാൽ അതോടെ തീർന്നില്ല. വീണ്ടും പ്രകൃതി ശിക്ഷിക്കാനൊരുങ്ങി. അടുത്ത തിരമാല അതാ പഴയതിലും ശക്തിയായി. മീറ്ററുകളോളം ഉയരമുള്ള തിരമാല വീണ്ടും അടിച്ചകത്തേക്ക് വരാണ്. ആർക്ക് തടയാൻ പറ്റും? എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും? പാവം ചെറുക്കന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന് തൊട്ട് മുന്നിലാണ് അല. അമ്മ ദൂരെന്ന് വിളിച്ചു പറയണ്ട്, ലൂക്കാസ്. അല അവനെ വിഴുങ്ങി. ഭാഗ്യത്തിന് അലയ്ക്ക് മുകളിലേക്ക് പോകാൻ ശ്രമിക്കാതെ അവൻ അടിയിലേക്ക് താണു. എന്നാലും ശക്തി ഉണ്ടാവുമല്ലോ. കമ്പിലും കോലിലെല്ലാം കയ്യും കാലും ചെന്നിടിക്കുന്നുണ്ട്. പക്ഷെ നല്ല വലിയൊരടി ഏതോ ഒരു മെറ്റൽ ഐറ്റത്തിൽ നിന്നാണ് അവന്റെ തലയ്ക്ക് കിട്ടുന്നത്. ചെക്കൻ്റെ ബോധം പോയി. ബോധം വന്ന് അവൻ കണ്ണ് തുറക്കുമ്പോൾ അല അവൻ അടിച്ചെടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലായിട്ടൊരു പോസ്റ്റ് കാണാം. അതിൽ അവൻ അള്ളിപ്പിടിക്കും. അമ്മയെ കാണുന്നില്ല ഇപ്പോൾ. അമ്മയെവിടെ? മോം, ഡാഡ്, മോം. അവൻ വിളിച്ച് കരയുമ്പോൾ ഭാഗ്യത്തിന് കുറച്ചകലെ ബോധമറ്റ അമ്മ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നവന് കാണാം. അമ്മയ്ക്ക് ജീവനുണ്ടോന്നറിയില്ല. അവരനക്കമില്ലാതെയല്ല പോകുന്നു. ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ശരീരം മൊത്തം മുറിവുകളായിട്ട് അമ്മ തല തിരിഞ്ഞ് ഇവനെ നോക്കുന്നുണ്ട്. ഭാഗ്യം, അവർക്ക് ജീവനുണ്ട്. ഇവൻ ശക്തിയായി നീന്തി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. വീണ്ടും അവരൊഴുക്കിലൂടെ അടിച്ചിട്ട് പോവുകയാണ്. മുന്നിലായി ഒരു തെങ്ങ് ഒടിഞ്ഞു കിടക്കുന്നത് കാണാം. അതിലേക്ക് അവൻ പിടിച്ച് കയറാൻ ശ്രമിക്കുമ്പോൾ അത് മുഴുവനായി വെള്ളത്തിനടിയിലേക്ക് മുങ്ങി താഴാൻ പോവുകയാണ്. അമ്മ വേണ്ട, അങ്ങനെ തന്നെ അള്ളിപ്പിടിച്ച് ഇരിക്കാൻ പറയും. ലൂക്കാസ് കരഞ്ഞിട്ട്, അമ്മേ, ഞാൻ ധൈര്യമുള്ള പയ്യനല്ലേ, പക്ഷെ എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഒരുപാട് പേടിയാവുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച്? അമ്മ അവനെ ആശ്വസിപ്പിച്ചിട്ട് പറയും, പേടിക്കണ്ട, ഞാനുണ്ട്. ഈ ഒരു സമയത്ത് ആർക്കും പേടിയാവും. അമ്മയ്ക്കും പേടിയുണ്ട്. ലൂക്കാസ് ചോദിക്കും, അനിയന്മാരെവിടെ, അപ്പനെവിടെ? അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് പറയാൻ പറ്റുന്നില്ല.
എന്തൊരു മാനസികാവസ്ഥയായിരിക്കും അപ്പോൾ. ചുറ്റും വെള്ളം, തൻ്റെ 2 പിള്ളേരെയും ഭർത്താവിനെയും കാണുന്നില്ല. എന്തായാലും അവിടെ നിന്ന് ഇവർ നീന്തി കുറച്ചകലെ ചെല്ലുമ്പോൾ നടക്കാൻ പാകത്തിന്, കാല് വെക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്തെത്തി. അതൊരു പുൽക്കാടാണ്, വലിയ വലിയ പുൽച്ചെടികളുള്ള കാട്. അതിലൂടെ വീണ്ടും അവർ മുന്നോട്ട് നടന്നു പോകുന്നു. അമ്മയുടെ കാലാണെങ്കിൽ പിൻതൊട ഭാഗത്ത് പൊട്ടിക്കീറി മാംസം പുറത്തേക്ക് തൂങ്ങി ആടുകയാണ്. അതും വലിച്ചിട്ട് അമ്മ മുന്നോട്ട് പോകുന്നു. അമ്മയുടെ ശരീരം മൊത്തം രക്തമാണെന്ന് പറയുമ്പോൾ അവരുടെ നെഞ്ചും കീറി പൊളിഞ്ഞിട്ടുണ്ട്. അതവന് നോക്കി നിൽക്കാൻ പറ്റില്ല. അമ്മ വസ്ത്രം നേരെയാക്കിയിട്ട് കുഴപ്പമില്ല വാടാ നമുക്ക് പോവാന്ന് പറയും. വീണ്ടും ഇവരകത്തേക്ക് നടന്നു പോകുന്നു. ചേറുള്ള വെള്ളം, ആ പ്രദേശാകെ നശിച്ച് നാശം ചവറായിട്ടുണ്ട്. ഒന്നുമില്ല അവിടെ. അടുത്താല എപ്പോഴാ വരികയെന്നറിയില്ല. ഇവര് തൽക്കാലം എവിടെയെങ്കിലും കയറി രക്ഷപ്പെടണം. അകലെയായിട്ടൊരു മരം കാണാം. അമ്മേ നമുക്ക് അവിടേക്ക് ചെല്ലാം, ആ മരത്തിൽ കയറാന്ന് പറയുമ്പോൾ കാല് വലുതായി പൊട്ടി കീറിയതുകൊണ്ട് തന്നെ രക്തം വലിയ അളവിൽ ഒലിച്ചു പോകുന്നുണ്ടാവും. അമ്മ തൽക്കാലത്തിന് വള്ളികളും ഇലയും വെച്ച് കെട്ടിവെക്കുന്നു. അവർ ചുമയ്ക്കുമ്പോൾ വായക്കൂടെ ചോര വരുന്നുണ്ട്. അതവർ മോനെ കാണിക്കുന്നില്ല. വീണ്ടും ഇവർ നടക്കും. മരത്തിനടുത്തേക്ക് എത്താനാവുമ്പോഴാണ് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് കരയുന്നു. അമ്മ ആരോ കരയുന്നുണ്ട്, നമുക്കത് നോക്കണം എന്ന് പറയുമ്പോൾ ലൂക്കാസ്, അമ്മേ നമ്മുടെ അവസ്ഥ തന്നെ മോശമാണ്. നമ്മളെ തന്നെ മറ്റുള്ളവർ സഹായിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ആദ്യം നമുക്ക് ആ മരത്തിൽ കയറണം, സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തണം. അമ്മ സ്വന്തം ശരീരത്തിലേക്ക് നോക്ക്. അത് കേട്ട് അമ്മ പറയും, ആ പയ്യൻ ചിലപ്പോൾ സൈമണോ തോമസോ ആണെങ്കിലോ നിന്റെ അനിയന്മാരാണെങ്കിലോ അങ്ങനെ ഇട്ടെറിഞ്ഞ് കളയാൻ പറ്റുവാടാ. ഒരാൾ കരയുന്ന കേട്ടിട്ട് വായോന്ന് പറഞ്ഞ് അമ്മയും മോനും ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് പോകുന്നു. ദൂരെയാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് വേസ്റ്റുകൾ കൂടിയ ഒരു ഭാഗം ഇളക്കി നോക്കുമ്പോണ്ടാവും ചെറിയൊരു പയ്യൻ അവിടെ കിടക്കുന്നു. പാവം കുഞ്ഞിനെ വെള്ളം അടിച്ചെടുത്തോണ്ട് വന്നാണ്. കാണാൻ പറ്റൂല ഈ അവസ്ഥ. ഇവര് ചോദിക്കും, മോന്റെ പേരെന്താ? ഡാനിയൽ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. ഇവര് പറയും, പേടിക്കണ്ട, ഞങ്ങൾ എത്തിയില്ലേ, മോനെ ഞങ്ങൾ കൊണ്ടുപോകാം, അച്ഛനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവരാ കുഞ്ഞിനെ പൊക്കിയെടുക്കാണ്. അവന്റെ കയ്യിൽ ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട്. കൊച്ചു പയ്യൻ. ലൂക്കാസ് അവനെയും തോളി കയറ്റി ഇവര് മരത്തിന് നേരെ നടന്നു പോകും. പോകുന്ന വഴിയിൽ ഒരു കൊക്കക്കോള ബോട്ടിൽ കിട്ടുന്നുണ്ട്. അടഞ്ഞു കിടക്കുന്ന ബോട്ടിലായതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുടിക്കാം. ആദ്യമേ പിള്ളേര് 2 പേരും മരത്തിന് മുകളിലേക്ക് കയറുന്നു. അമ്മയോട് കയറി വരാൻ പറയുമ്പോൾ അമ്മ എന്നെ കൊണ്ട് പറ്റില്ല ലൂക്കാസ്, നിങ്ങൾ അവിടെ നിന്നോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. അമ്മയുടെ കാല് പൊട്ടി കയറിയിരിക്കുകയല്ലേ, അമ്മയ്ക്ക് പിടിച്ച് കയറാൻ പറ്റില്ല. പക്ഷെ അല അടിച്ചു വന്നാലോ അവര് സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട് താഴെ നിൽക്കുകയാണ്. എന്നാൽ ലൂക്കാസ് വിടില്ല. അമ്മ മുകളിലേക്ക് വന്ന് തന്നെ തീരണം എന്ന് പറഞ്ഞിട്ട് ഇവൻ താഴെ ചെന്ന് അമ്മയുടെ കാലി പിടിച്ച് എന്നെ പിടിച്ചിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ചവിട്ടാൻ പാകത്തിന് നിന്ന് കൊടുക്കും. അവർക്ക് അള്ളി പിടിച്ച് കയറാൻ പറ്റില്ല, ചവിട്ടിയേ കയറാൻ പറ്റുള്ളൂ. ടീനേജ് പയ്യനാണ്, വലിയൊരാളുടെ ഭാരം താങ്ങാനുള്ള കെൽപ്പൊന്നും അവനില്ല. പക്ഷെ വിട്ടാൽ അമ്മ അവനെ നഷ്ടപ്പെടും. എങ്ങനെയൊക്കെയോ 3 പേരും കയറി മരത്തി അള്ളിപ്പിടിച്ച് കിടക്കാണ്. എന്നാൽ അധിക സമയം ഇവിടെ ഇങ്ങനെ കിടക്കാനും പറ്റില്ല. ചോര വാർന്നുകൊണ്ടിരിക്കുകയല്ലേ. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലും എത്തണം. ഓൻ അമ്മയ്ക്കും ആ കുഞ്ഞു പയ്യനും കൊക്കക്കോള കുടിക്കാൻ കൊടുക്കും. കുഞ്ഞു കുട്ടിയല്ലേ ആ പുതിയ കുട്ടി ഡാനിയൽ. അവൻ അമ്മയുടെ കൈ കിട്ടുമ്പോൾ അത് ഈ തലോടാണ്. പാവം ചെറുക്കൻ. ഒരുപാട് പേര് മരണപ്പെട്ടു. പല ശവശരീരങ്ങളും പല ഭാഗത്തും ചെതറിക്കിടക്കാണ്. ആരാണ് എന്താണെന്ന് പോലും അറിയാതെ നാശം വിതച്ചു, സർവനാശം. ഇപ്പൊ പിള്ളേരും അമ്മയും കുറെ സമയമായിട്ട് കാത്തിരിക്കുന്നു. ലൂക്കാസിന് പേടിയുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ. അവനിടയ്ക്ക് അമ്മയുടെ നെഞ്ചിലേക്ക് നോക്കുന്നുണ്ട്, അവര് ശ്വാസം വിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. കുറച്ച് കഴിയുമ്പോൾ ഭാഗ്യത്തിന് ആ സ്വദേശക്കാര്, ആ തായ്ലാന്റിലെ നാട്ടുകാര് ജീവനുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്നുണ്ടാവും. ലൂക്കാസ് ദൂരെന്ന് വിളിച്ചു പറയുന്നു, ഞങ്ങളിവിടെ ഉണ്ടേ, ആരെങ്കിലും വരണേ, രക്ഷപ്പെടുത്തണേ. അങ്ങനെ അവര് വന്ന് പിള്ളേരെയും അമ്മയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. എന്നാൽ അവരുടെ കയ്യിൽ സ്ട്രെച്ചറൊന്നുമില്ല. പൊക്കിയെടുത്തോണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവര് ഒരു മുത്തശ്ശനാ, പാവ മനുഷ്യൻ, അയാൾ വലിച്ചെടുത്തോണ്ട് പോവാണ് അമ്മേനെ. എങ്ങനെയൊക്കെയോ അവരുടെ ചെറിയ ഗ്രാമത്തിലേക്ക് അമ്മേനെ കൊണ്ടുവന്നു. അവിടെ കുറെ അമ്മൂമ്മമാരുണ്ടാവും. അവര് ഹീറോയിന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു, അവരുടെ വസ്ത്രമൊക്കെ മാറ്റി കൊടുക്കും. പക്ഷെ അപ്പോഴും എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞ് കരയായിരിക്കും അമ്മ. അത് കഴിഞ്ഞ് ഒരു വാതിലെടുത്തോണ്ട് വന്ന് 4 ആണുങ്ങളെ ചേർന്ന് ആ അമ്മയെ പിടിച്ചൊരു പിക്കപ്പ് വണ്ടിയിൽ കയറ്റുന്നു. എൻ്റെ അരികിൽ നിന്ന് മാറരുത്, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയും. അപ്പം ഞാൻ കൂടെ തന്നെ ഉണ്ട് അമ്മ എന്ന് പറയുമ്പോഴാണ് ഇവര് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡാനിയലിനെ കാണാനില്ല. ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞു പയ്യനെ കാണുന്നില്ല. അപ്പോഴേക്കും വണ്ടിയെടുത്തു. ഇവര് ചോദിക്കുന്നത് ആ തായ്ലാന്റുകാർക്ക് മനസ്സിലാവുന്നുമില്ല. പോകുന്ന വഴിയൊക്കെ പല മൃതദേഹങ്ങളും കിടക്കുന്ന കാണാം. അട്ടിയിട്ട് ചില വണ്ടിയിൽ ബോഡികൾ കൊണ്ടുപോകുന്നു. ഇവർ ആശുപത്രിയിൽ എത്തുമ്പോഴാണെങ്കിൽ അവിടെ ആശുപത്രിയിൽ നിൽക്കാൻ സ്ഥലമില്ലാത്ത അത്രയും ജനപ്പെരുപ്പം. എത്ര പേർക്കാണ് ചികിത്സ കൊടുക്കുക? അമ്മയെ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ രക്ഷപ്പെടുത്തിയ മുത്തശ്ശൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവില്ല. എന്തായാലും നല്ലൊരു മനുഷ്യൻ. അമ്മയെ മരുന്നുള്ളൊരു മുറിയിലാണ് ഇപ്പൊ കിടത്തിയിരിക്കുന്നത്. അമ്മ പറയും, എനിക്ക് തണുക്കുന്നു, എന്റെ അവസ്ഥ മോശമാണ്, എനിക്കിപ്പോ തന്നെ ആന്റിബയോട്ടിക് വേണം, അവിടെ തപ്പി നോക്ക്, ഞാൻ പറയുന്ന മരുന്ന് എടുക്കെന്ന് പറയുമ്പോൾ ഇവൻ ചുറ്റും സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഭാഷ മനസ്സിലാവുന്നില്ല. അവരുടെ നാട്ടിലെ ഭാഷയാണ് മരുന്നില്. അപ്പോഴാണ് ഡോക്ടർ വരുന്നത്. ഡോക്ടറോട് അമ്മ പറയും, എന്റെ മകനെ ഞാൻ മാത്രമേ ഉള്ളൂ,
എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. എന്നെ മരിക്കാൻ വിട്ടുകൊടുക്കരുത്. ഞാനൊരു ഡോക്ടറാണ്. എനിക്ക് ഒരുപാട് ബ്ലീഡിങ് സംഭവിച്ചു. എനിക്കിപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് വേണം, കുത്തിവെക്കുമെന്ന് പറയും. ഡോക്ടർ ഉടനെ ആൻറ്റിബയോട്ടിക് കുത്തിവെക്കുന്നുണ്ട്. അവർക്ക് പറ്റിയ മുറിവുകളെല്ലാം കഴുകി അതെല്ലാം അവർ വെച്ച് കെട്ടും, വസ്ത്രം മാറ്റി കൊടുക്കും. എനിക്കൊന്നും സംഭവിക്കരുത്, എൻ്റെ മകന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നവർ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവരുടെ ബോധം പോയി. ബോധം വന്ന് എഴുന്നേൽക്കുമ്പോൾ അവരെ വാടി കിടത്തിയിരിക്കുകയാണ്. അമ്മ എഴുന്നേറ്റിട്ട് മകനോട് ചോദിക്കും, എൻ്റെ കാലിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്, എന്താ നിറന്ന് ചോദിക്കും. മോൻ പറയും റെഡ് ആണെന്ന്. അപ്പം അമ്മ, റെഡ് ആണെങ്കിൽ കുഴപ്പമില്ല, കറുപ്പാണെങ്കിൽ ബുദ്ധിമുട്ടാണ്, കറുക്കാണെങ്കിൽ പറയണേ എന്നവർ പറയുന്നുണ്ട്. എവിടുന്നോ ചെക്കനൊരു ഓറഞ്ച് കിട്ടിയിട്ടുണ്ടാവും, അതവൻ അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കും. അപ്പോഴാണ് തൊട്ടടുത്ത ബെഡിൽ ഒരു സ്ത്രീ കിടക്കുന്ന അമ്മ കാണുന്നത്. അവരോട് നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് വരണമെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണൊന്നും മിട്ടുന്നില്ല. ഉണ്ടായ ഷോക്കിൽ അങ്ങനെ സ്റ്റെക്കായിട്ടിരിക്കുകയാണ് അവര്. അമ്മ മോനോട് അവർക്കൊരു എതൾ കഴിക്കാൻ കൊടുക്കേ എന്ന് പറയുന്നുണ്ട്. ഇവൻ ആ ഓറഞ്ച് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ആ സ്ത്രീ ചോക്ക് ചെയ്ത് ഛർദ്ദിക്കാൻ തുടങ്ങും. കറുത്തതും ചുവന്നതും നിറത്തിലുള്ള എന്തൊക്കെയോ അവർ ഛർദ്ദിക്കുന്നു. അതേ സമയത്ത് അമ്മയും ഛർദ്ദിക്കുന്നുണ്ട്. കറുത്ത നിറമുള്ള എന്തോ അവരുടെ വായിൽ നിന്നും നൂല് പോലുള്ള എന്തൊക്കെയോ പുറത്തേക്ക് വരുന്ന കാണും. ഓ സഹിക്കില്ല പൊന്നെ. അവരെ നഴ്സ് സമാധാനിപ്പിച്ച് കിടത്തും. അപ്പോഴാണ് ഒരച്ഛൻ ഫ്രാൻസിസ്ക എന്ന് പറഞ്ഞ് ആരെയോ, അങ്ങേരുടെ കുടുംബത്തിൽപ്പെട്ട ആരെയോ കരഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കും. ഇത് കണ്ട അമ്മ മോനോട് പറയും, മോനെ, ഇവിടെ എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും തിരക്കില്ല. പലർക്കും പലരെയും കണ്ടുകിട്ടാനുണ്ട്. പലരും വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഈ സമയത്ത് നീയാണ് അവരെ സഹായിക്കേണ്ടത്. നിനക്ക് കഴിയാവുന്ന രീതിയിൽ ആൾക്കാരെ ചെന്ന് സഹായിക്കും. അമ്മ ഇവിടെ തന്നെ കിടപ്പുണ്ട്, മോൻ പേടിക്കാതെ. അമ്മയുടെ വാക്കുകൾ കേട്ട് അവിടെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വാർഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അപ്പോൾ ഒരാൾ തൻ്റെ കുടുംബത്തെ അന്വേഷിച്ച് നടപ്പുണ്ടാവും. അതിലാരെയും കാണുന്നില്ല. അങ്ങേര് പറയുന്ന ഭാഷ വ്യക്തമല്ല. പക്ഷെ ലൂക്കാസിന് മനസ്സിലായി പുള്ളിക്കാരൻ്റെ കുടുംബത്തെ കാണാനില്ല. അവരുടെ പേരുകൾ ഇവൻ എഴുതിയെടുക്കും. മോർട്ടൻ ബെൻസ്ട്രോം, അതാണ് മകന്റെ പേര്. ഇവൻ ആ പേര് വിളിച്ച് നടക്കുമ്പോൾ മറ്റൊരു പേഷ്യന്റ്, പുള്ളിക്കാരൻ മകന്റെ പേര് പറയും, പീറ്റർ ബാരി. അങ്ങനെ ഇവൻ എഴുതിയെടുക്കുന്ന എല്ലാവരുടെ പേരും എല്ലാ വാർഡിലും ചെന്ന് ഇവൻ വിളിച്ചു പറയും, അങ്ങനെ ആളുണ്ടോ എന്ന് പറഞ്ഞു. ഒരു ചേച്ചി അവരുടെ പേര് പറഞ്ഞു കൊടുക്കും. എന്നെ അന്വേഷിച്ച് എൻ്റെ കുടുംബം വരികയാണെങ്കിൽ പറയണേന്ന്. ഒരമ്മ തൻ്റെ മോളെ ചോദിക്കും. എല്ലാവരുടെ പേര് എഴുതിയെടുത്തിട്ട് ഇവൻ ഇങ്ങനെ ചെല്ലാണ് ഓരോ സ്ഥലത്ത്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഭാഗത്തെത്തുമ്പോൾ മോർട്ടൻ ബെൻസ്ട്രോം ആദ്യം എഴുതിയെടുത്തില്ലേ, അയാളുടെ മോനാണത്, ഞാനാണെന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കുമ്പോൾ ലൂക്കാസ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, ഞാൻ നിന്റെ അച്ഛനെ കണ്ടു, പേടിക്കണ്ട, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം, എങ്ങോട്ട് അനങ്ങണ്ട, ഇവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് ആ പയ്യനെ കെട്ടിപ്പിടിച്ചിട്ട് ഇവൻ ഓടി വരികയാണ് ആ പയ്യന്റെ അപ്പൻ്റെ അടുത്തേക്ക്. ഒരാളെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞില്ലേ, ആ കുടുംബത്തെ ഒന്ന് ചേർക്കാൻ കഴിഞ്ഞില്ലേ. രണ്ടുപേരെയും കൂട്ടിച്ചേർത്തിട്ട് ഇവൻ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയുടെ പെട്ടിൽ ആരെയും കാണുന്നില്ല. ഇവൻ ഒച്ച വയ്ക്കുക, എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ ഇവിടെ കിടന്നിരുന്നാണ്, അമ്മയുടെ. ഒരു നഴ്സ് വന്നിട്ട് സമാധാനിക്കൂ, എൻ്റെ കൂടെ വാ, നമുക്ക് അന്വേഷിക്കാം, പേടിക്കാതെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് മരണപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ്. അവനത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. പയ്യനത് അടച്ചു വയ്ക്കും. അപ്പോഴാണ് ആ നഴ്സ് വീണ്ടും വന്നിട്ട് നിന്റെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, നിന്റെ പേരെന്താന്ന് ചോദിക്കുക. അവൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ പേരൊക്കെ പറയും, അവന്റെ പേരും പറയും. അവൻ ഇനി ബാക്കിയുള്ള കുടുംബം, ഒരു മുത്തശ്ശൻ മാത്രമാണ് അമേരിക്കയിൽ, അങ്ങേരുടെ പേരും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുക്കും. ഈ നഴ്സമ്മ അവന്റെ ശരീരത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ലൂക്കാസ് ബി, നമ്പറും എഴുതിയിട്ട്. അവിടെ കൊച്ചു കൊച്ചു പിള്ളേര് ഇതേപോലെ നമ്പർ എഴുതി പല ഭാഗത്തും ഇരിപ്പുണ്ടാവും. ഈ സീനൊന്നും കാണിക്കേണ്ടെന്ന് വെച്ചാണ്, എന്നാലും അതിന്റെ ആഴം എത്ര ഉണ്ടെന്നുള്ളത് ഓരോ ജനവും മനസ്സിലാക്കേണ്ടതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നന്മ, നല്ല കാര്യം. അച്ഛൻ ഇനിയും മരണപ്പെട്ടിട്ടില്ല. അച്ഛൻ ലൂക്കാസിനെയും അമ്മേനെയും അന്വേഷിച്ച് നടക്കായിരിക്കും. ചിന്നി ചെതറിക്കിടക്കുന്ന കാട്ടിൽ കൂടെ അങ്ങേര് ഭാര്യയും മോനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ ജീവനോടെയുള്ള ആരും തന്നെ ഇല്ല. കുറെ സമയം കഴിഞ്ഞ് ഇങ്ങേര് തിരിച്ചു വരും ഇവര് താമസിച്ചിരുന്ന അതേ റിസോർട്ടിലേക്ക്. അവിടെ മച്ച് പൊളിഞ്ഞു കിടപ്പുണ്ടാവും. ആ മച്ചിലൂടെ ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നിട്ട്, നിങ്ങൾ തിരിച്ചു വന്നോ, പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, അവരിവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. അപ്പോഴാണ് ആ രണ്ട് കുഞ്ഞു പിള്ളേരെയും കാണിക്കുന്നത്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൻ എങ്ങനെയൊക്കെയോ രണ്ട് പിള്ളേരെയും രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവരെയാണ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം വന്ന് അടിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ മച്ചി കയറ്റി കിടത്തിയിരിക്കുന്നത്. അപ്പം മൂത്ത പയ്യനോട് ചോദിക്കും, മോനെ, മരിച്ച ഒരുപാട് ഡെഡ് ബോഡികൾ നീ കൊണ്ടുപോകുന്ന കണ്ടില്ലേ, അതിലൊന്നും അമ്മയും ചേട്ടനും ഇല്ലല്ലോ. അവൻ പറയും, ഇല്ല, ഞാൻ നേരെ കണ്ടിട്ടില്ലാന്ന്. അപ്പൊ അച്ഛൻ ഇവിടെയുള്ള എല്ലാവരെയും ആൾക്കാർ കുന്നിന്റെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. മോൻ അനിയനെയും വിളിച്ചിട്ട് അവരുടെ കൂടെ പോകണം. പക്ഷെ അപ്പന് വരാൻ കഴിയില്ല. അപ്പൻ അമ്മേനെയും ലൂക്കാസിനെയും കൂട്ടണ്ടേ, അവരെ കൂട്ടിയിട്ടേ അച്ഛൻ വരുള്ളൂ. അവരെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. മോൻ ധൈര്യമായിട്ടിരിക്കണം, അനിയനെ നീയാണ് നോക്കേണ്ടത്. അപ്പൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. അത് കഴിഞ്ഞ് ഹീറോ അവിടെയുള്ള മറ്റൊരു കുടുംബത്തിൽപ്പെട്ട ആളോട്, നിങ്ങളുടെ ഫോൺ ഒന്ന് തരുമോ, എനിക്ക് അർജന്റായിട്ടൊരു കോൾ ചെയ്യാനുണ്ടെന്ന് പറയും. പക്ഷെ പുള്ളിക്കാരൻ ഫോൺ കൊടുക്കുന്നില്ല. സാർ, ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ മൊബൈലിലെ ബാറ്ററി തീർന്നു, കുറച്ച് ബാറ്ററി ഉള്ളൂ, അതെനിക്ക് ഉപയോഗിക്കാൻ വേണമെന്ന് പറയും പുള്ളി. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, എല്ലാവരുടെ അവസ്ഥയും മോശമാണ്. ഈ രണ്ട് കുഞ്ഞു പിള്ളേരെയും ആ കുന്നിന്റെ മണ്ടയിലേക്ക് പോകുന്ന ആൾക്കാരുടെ കൂടെ അച്ഛൻ കയറ്റിവിടും. അപ്പോൾ ഒരു ലേഡിയുണ്ട്, എന്റെ മക്കളെ നോക്കിക്കോണേ എന്ന് അപ്പൻ ലേഡിയോട് പറയുമ്പോൾ ആ ലേഡിയാണെങ്കിൽ, നിങ്ങളും കൂടെ വരൂ, ഇനി ആരെയും നോക്കിയിട്ട് കാര്യമില്ല, ഇറ്റ്സ് യൂസ്ലെസ്, ആരും തന്നെ ജീവനോടെ ഇല്ല,
എന്ന അപ്പൻ സമ്മതിക്കില്ല. എനിക്ക് അങ്ങനെ അവരെ കളയാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പുറകെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ടോർച്ചും കയ്യിലൊരു ടോർച്ച് ലൈറ്റും എടുത്തിട്ട് വീണ്ടും ഇറങ്ങാണ് പൊട്ടിപ്പാളീസായിട്ട് കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ ഇടയിൽ കൂടെ. പാവം ഒരു കുഴിയിലും ചെന്ന് വീഴുന്നുണ്ട്. അങ്ങയുടെ തല പൊട്ടി ചോര ചീറ്റിയൊലിക്കും. ശരീരമാസകലം മുറിവുകൾ മാത്രം. അവസാനം വരെയും കുടുംബത്തെ കിട്ടിയില്ല. റോട്ടി വന്ന് വീഴുമ്പോൾ ഏതോ ഒരു വണ്ടിക്കാരനാണ് പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരിക. ആ ബസ് സ്റ്റാൻഡിൽ ഒരുപാട് പേര് ഈ സുനാമിയിൽ പെട്ട് ജീവൻ മാത്രം കിട്ടിയ ഒരുപാട് പേര് അവിടെ അഭയാർത്ഥികളായിട്ട് കഴിയുന്നുണ്ടാവും. അതിലൊരാൾ പറയാണ് അയാളുടെ മോൾക്ക് വെറും 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഹോട്ടലിൽ പുള്ളി എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ വലിയ അലകൾ അടിച്ചു വരുന്ന കാണാം. ഇങ്ങനെ പേടിച്ച് മുറിയിലേക്ക് തിരിച്ചോടി വന്ന് നോക്കുമ്പോണ്ട് ഭാര്യയുടെ ഒരു എഴുത്ത് ബെഡിൽ കിടക്കുന്ന കാണാം. ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ് എന്നും പറഞ്ഞ്. അവർക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ബോഡിയെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഒരു തവണയെങ്കിലും അവളുടെ മുഖം എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ അച്ഛൻ കരയാണ്. അപ്പൊ ഹീറോ പറയും, എന്റെ കയ്യിൽ 2 പിള്ളേരുണ്ടായിരുന്നു, അവരെ ഞാൻ കുന്നിലേക്ക് പറഞ്ഞു വിട്ടു. എന്റെ ഭാര്യയും മൂത്ത മകനെയും കാണുന്നില്ല. അവർക്ക് എന്താ പറ്റിയെന്നറിയില്ല. ഞാൻ അവരെ അന്വേഷിച്ചിറങ്ങിയതാണ്. ഞാൻ ഇതുവരെ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എന്റെ കയ്യിലൊരു ഫോണില്ല. എവിടെന്നെങ്കിലും ഒരു ഫോൺ കിട്ടുമോ? അത് കേട്ട മോള് നഷ്ടപ്പെട്ട മനുഷ്യൻ, എന്റെ കയ്യിൽ ഫോണുണ്ട്, എന്റെ കുടുംബം ഒരുപക്ഷെ എനിക്ക് വിളിക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഹീറോ ആ ഫോൺ വാങ്ങിച്ചിട്ട് തന്റെ അനിയനെ വിളിക്കും. ഇവിടെ സുനാമി ഉണ്ടായി, ഇളയ 2 പേരെയും ഞാൻ കുന്നിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ ലൂക്കാസിനെയും മരിയനെയും കാണുന്നില്ല. അവർക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അവരെ ഞാൻ എങ്ങനെ അന്വേഷിക്കുക? ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. എനിക്ക് എന്റെ മോനെയും ഭാര്യയും വേണമെന്ന് പറഞ്ഞ് അങ്ങേര് ഫോണിൽ കൂടെ കരയായിരിക്കും. കരച്ചിലൊരു സെക്കൻഡ് നിർത്തിയിട്ട് പുള്ളി ഫോൺ തിരിച്ചു കൊടുക്കും. അപ്പൊ ആ എതിരെ ഉണ്ടായിരുന്ന സുഹൃത്ത്, നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കരുത്, അവർക്ക് വിളിച്ചു പറയൂ, ഭാര്യയും മകനെയും അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന വാക്ക് കൊടുക്കൂ. നിങ്ങളങ്ങനെ ഇട്ട് കളയരുത്, നമുക്ക് അവരെ കണ്ടുപിടിക്കണം, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നയാൾ ചോദിക്കും. ഈ സമയത്ത് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ 2 പേരും അഭയാർത്ഥികളുടെ കൂടെ കുന്നിന്റെ മണ്ടയിലാണ്. അവിടെ ആവുമ്പോൾ ഇനി സുനാമി വരികയാണെങ്കിലും അത്രയും പൊക്കത്തിലേക്ക് എത്തില്ലല്ലോ. ഈ 2 പിള്ളേരും തനിച്ചിരിക്കുന്ന കണ്ടിട്ട് ഒരു അമ്മൂമ്മ അവരടുത്ത് വന്നിരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. വലിയ വിഷമമുണ്ട് അവർക്ക്. കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അവർ കുട്ടികളോടൊന്നും പറയുന്നില്ല. ഈ കുട്ടികളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് കഥ പറയാണ്. ഈ സമയത്ത് ഇവിടെ ലൂക്കാസിനെ നമ്മുടെ നേഴ്സ് ഒരു അമേരിക്കൻ അമ്മച്ചിയുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരും. അവർ, നിന്റെ പേര് ലൂക്കാസ് ബെന്നറ്റ് എന്നാണോ, നിന്റെ അമ്മയുടെ പേര് മരിയ ബെന്നറ്റ് എന്നാണോ എന്ന് ചോദിക്കും. അവൻ അതെ, ശരിയാണെന്ന് പറയും. അപ്പൊ ഇവർ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട്, ഈ സാധനങ്ങൾ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു വാച്ചും ചില മോതിരങ്ങളും. എന്നാൽ അത് കണ്ടിട്ട് അവന് മനസ്സിലാവുന്നില്ല ഇത് ആരുടേതാണെന്ന്. ശരി, ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് ഇവർ ചെന്നൊരു പേഷ്യന്റിനെ കാണിച്ചു കൊടുക്കുന്നു. ആ പേഷ്യന്റ് ഭാഗ്യത്തിന് അമ്മ തന്നെയാണ്, അവന്റെ അമ്മ തന്നെയാണ്. സംഭവം ആശുപത്രിക്കാർക്ക് പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അങ്ങനെയാണ് അമ്മയെ വേറെ എങ്ങോട്ടും എടുത്തോണ്ട് പോയത്. എന്നാൽ ഭാഗ്യത്തിന്റെ അമ്മ തന്റെ കയ്യിൽ ഏതോ ഒരു ഉപകരണം കൊണ്ട് പേരെഴുതി വെച്ചിട്ടുണ്ട്. മരിച്ചാലും തന്റെ ബോഡി മാറിപ്പോവാൻ പാടില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ അരികിൽ ചെന്ന ഉടനെ ലൂക്കാസ് അമ്മയെ ചീത്ത പറയാണ്. എന്നെ വിട്ടു പോവില്ല എന്നല്ല അമ്മ പറഞ്ഞത്, എന്നിട്ട് എങ്ങോട്ടായി പോയത്? ഞാൻ വിചാരിച്ചു അമ്മ മരിച്ചു പോയി എന്ന്. എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ. അപ്പൊ നഴ്സ് പറയും ആരോ ഇവരുടെ റെക്കോർഡ് മാറ്റിയതാണെന്ന്, അതുകൊണ്ടാണ് പേഷ്യന്റ് മാറിപ്പോയത്. ഇപ്പൊ ചെസ്റ്റിലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരുപാട് രക്തം പോയതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വീക്കാണ്. അടുത്തൊരു ഓപ്പറേഷനും കൂടി വേണ്ടി വരും. ഇവർ റിക്കവർ ആയി കഴിഞ്ഞിട്ടേ അടുത്ത ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമയത്ത് നമ്മുടെ അപ്പനും കൂട്ടുകാരനും ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ബോഡികളും രോഗികളെയും പരിശോധിക്കുകയാണ്. അവരെ കുടുംബം ഉണ്ടോയെന്നറിയാൻ. പല ഭാഗത്തും ലിസ്റ്റുകളുണ്ട്, ആശുപത്രിയുടെ ഡീറ്റെയിൽസും ഉണ്ട്. എല്ലാ സ്ഥലത്തേക്ക് ഇവർ ചെല്ലും. ഓരോ സ്ഥലത്തേക്ക് ഇവരിങ്ങനെ ചെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് കുന്നിന്റെ മണ്ടയിലേക്ക് പിള്ളേരെ വിട്ടില്ലേ, അവരെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡീനെ അപ്പം കാണുന്നു. എന്റെ പിള്ളേരെവിടെയാന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പറയും, എനിക്കറിയില്ല, അവര് കുട്ടികളെ കൊണ്ടുപോയി, ഞങ്ങളെ വേറെ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടു, കുട്ടികളെ വേറെ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടു എന്നവർ പറയും. അപ്പൻ ഇത് കേട്ടിട്ട് ഷോക്കാവുകയാണ്. സംഭവം കുട്ടികളെയെല്ലാം വണ്ടി കയറ്റി ഇവർ വേറെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ആ സമയത്ത് ഇവിടെ ലൂക്കാസ് അമ്മയുടെ അരികത്ത് നിന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അവൻ അപ്രതീക്ഷിതമായി ഡാനിയലെ കാണുന്നത്. ആ കുഞ്ഞു പയ്യനല്ലേ ഇവരാദ്യം രക്ഷപ്പെടുത്തിയ ആ കുഞ്ഞ്. അവനൊരു ലേഡിയുടെ അരികത്ത് നിപ്പുണ്ടാവും. അത് അവന്റെ അമ്മയാണെന്ന് തോന്നുന്നു. അവിടുന്ന് അവൻ ഓടി ഒരു മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അത് അവന്റെ അച്ഛനാന്ന് തോന്നുന്നുണ്ട്. അച്ഛന് കൊച്ചുമോനെ എടുത്ത് കൊഞ്ചിക്കുക. ഇത് കണ്ട സന്തോഷത്തിൽ ലൂക്കാസ് ഓടി വന്ന് അമ്മയോട് പറയും, അമ്മേ, ഞാൻ ആരെയാ കണ്ടേന്നറിയോ? പക്ഷെ അമ്മ ആ സമയത്ത് അത് കേൾക്കുന്ന അവസ്ഥയിലായിരിക്കില്ല. അവര് വേദന കൊണ്ട് പൊളയുന്നു. എന്റെ കാലിന് എന്തെങ്കിലും പറ്റിയോടാ എന്നവർ ചോദിക്കും. ഇവൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മയോട് പറയുമെങ്കിലും കാല് കറുത്തിരിക്കുകയാണ്. ഉടനെ അവൻ ഓടിച്ചെന്ന് നഴ്സിനോട് പറയും, അമ്മയുടെ അവസ്ഥ മോശമാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഉടനെ അവര് അമ്മയെ സർജറിക്ക് എടുക്കാൻ പറയും. ആ സമയത്ത് അപ്പൻ ആശുപത്രികളെല്ലാം അന്വേഷിച്ച് നമ്മുടെ അമ്മച്ചി കിടക്കുന്ന ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്.
എന്നാൽ അദ്ദേഹം കാണുന്നില്ല. അമ്മ ഒരു ഭാഗത്ത് മറിഞ്ഞാണ് കിടക്കുന്നത്. അങ്ങേര് തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മുടെ ലൂക്കാസ് അപ്പന്റെ കാലുകളും ട്രൗസറും കാണുന്നത്. ഈ പിള്ളേർക്ക് അപ്പന്മാരുടെ വണ്ടിയുടെ ശബ്ദം പോലും കേട്ടാൽ മനസ്സിലാകും എന്ന് പറയാറില്ലേ, അത് സത്യമാണ്. അവൻ അച്ഛന്റെ ട്രൗസറും നടത്തവും കണ്ടിട്ട് അത് അച്ഛനാണെന്ന് മനസ്സിലാക്കി പുറകെ ഓടിച്ചെല്ലും. ഹോസ്പിറ്റലിന് വെളിയിലേക്ക് വരെ അവൻ ഓടിയെത്തി. പക്ഷെ അപ്പനെ പിടിക്കാൻ പറ്റിയില്ല. അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്ക് അപ്പൻ ഇറങ്ങിപ്പോയി. കണ്ടത് അപ്പനെ തന്നെയാണോ എന്ന് അവന് സംശയമുണ്ട്. ഈ സമയത്താണ് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ വണ്ടി ഇതേ ആശുപത്രി പരിസരത്തേക്ക് വരുന്നത്. ആ പിള്ളേര് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും ചെറിയ പയ്യനില്ലേ, അവൻ വണ്ടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഒരു മരത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇടക്കുഞ്ഞും അവന്റെ കൂടെ തന്നെ ചെല്ലും. ഈ സമയത്താണ് അപ്പൻ അന്വേഷിച്ചു വരുന്ന ലൂക്കാസ് ആൾക്കാരുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലുന്ന. തൊട്ടടുത്ത് അനിയന്മാരുടെ തൊട്ടടുത്തൂടെയാണ് അവൻ പാസ് ചെയ്ത് പോയത്. അനിയന്മാരെ കണ്ടില്ല. അപ്പനെ കാണാത്ത വിഷമത്തിൽ ഇവൻ ഡാഡി ഡാഡി എന്ന് വിളിച്ച് കൂവുമ്പോ അപ്പനാ ശബ്ദം കേട്ടില്ല. എന്നാ അനിയൻ കുട്ടികള് ചേട്ടന്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞു. അവര് ദൂരേന്ന് ലൂക്കാസ് നീ ഇവിടെയുണ്ടോ? ഞങ്ങളിതാടാ, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് ഓടി ചെല്ലാണ്. ചേട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. ഇത്രയും നേരം വിഷമത്തോടെ നീറി കണ്ടെങ്കിലും ഈ ഒരു നിമിഷം കണ്ണീന്നറിയാതെ ഉമിനീര് വന്നു തുടങ്ങും. പിള്ളേര് രണ്ടും ഓടി വന്ന് ചേട്ടനെ കെട്ടിപ്പിടിക്കുകയാണ്. അവർ കരഞ്ഞുകൊണ്ട് നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ദൂരെ ആൾക്കാരുടെ ഇടയിലൂടെ ഇവൻ അറിയുന്നത് പോലെ, ലൂക്കാസിന് അറിയാവുന്നത് പോലൊരു രൂപം ഇവരെ ഭാഗത്തേക്ക് നടന്നു വരുന്നു. ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ലൂക്കാസ് ഓടിച്ചെല്ലും. അപ്പനെ ഓടി വരുന്നുണ്ട്. തന്റെ മകനാണോ എന്ന സംശയത്തോടെ അയാൾ ഓടി വരികയാണ്. ഓടി വന്ന് രണ്ടുപേരും കെട്ടിപ്പിടിക്കും. കൂടെ തന്നെ ബാക്കിയുള്ള കൊച്ചു പിള്ളേരും ചെല്ലുന്നുണ്ട്. അപ്പൊ ആ കൂട്ടുകാരനില്ലേ, സഹായിക്കാൻ വന്ന കൂട്ടുകാരൻ, അങ്ങേർക്ക് സ്വന്തം കുടുംബം പോയെങ്കിലും ഈ മനുഷ്യന്റെ കുടുംബത്തോടൊപ്പം അയാളെ ചേർത്ത് നിർത്തിയല്ലോ. അതിന്റെ സന്തോഷത്തിൽ പുള്ളിക്കാരൻ വണ്ടി അവിടുന്ന് വിട്ടുപോയിക്കൊള്ളാൻ പറയും. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൂക്കാസ് അമ്മ അകത്തുണ്ട്, ഒരുപാട് വീക്കാണ്. ഡാഡി പെട്ടെന്ന് കൂടെ വായോ, അവരമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ പോകുന്നു, വേഗം വായോ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അമ്മ ഒരുപാട് ക്ഷീണിച്ച് കിടപ്പിലാണ്. എന്നാലും അവസാന നിമിഷം അവർക്ക് ഭർത്താവിനെ കാണാൻ കഴിഞ്ഞല്ലോ. എല്ലാവരും ഉണ്ട്. താൻ ഇനി ഒരിക്കലെങ്കിലും കാണുമോ എന്നാഗ്രഹിച്ച എല്ലാവരും ഉണ്ടാവും അവളുടെ ബെഡിന് ചുറ്റും. ഹീറോ ഭാര്യയ്ക്കൊരു ഉമ്മ കൊടുക്കുന്നു. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്, പോയിട്ട് ആരോഗ്യവതിയായിട്ട് തിരിച്ചു പോയ. എന്നാൽ തന്റെ അവസ്ഥ മോശമാണെന്ന് ഹീറോയിന് അറിയാം. അവള് പറയും, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുട്ടികളെ നീ നോക്കണം, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് കഴിയില്ല, അവരെ കൈവിടല്ലേ, ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം. ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയെ ആശുപത്രിക്കാർ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അന്ന് രാത്രി മുഴുവൻ പിള്ളേര് ഉറക്കം വിളച്ചിരുന്ന് അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സമയം അമ്മയുടെ അടുത്ത് കിടക്കുന്ന, നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു ലേഡി, ആ ലേഡി സംസാരിക്കും. എനിക്കൊരു കുടുംബമുണ്ട്, അവരെവിടെയാണെന്നറിയില്ല. ഞാൻ ഈ നിമിഷം വരെ ജീവൻ കയ്യിൽ പിടിച്ച് കാത്തിരിക്കുന്നത് അവരെ വീണ്ടും ഒരു തവണയെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ്. ആ അമ്മ കരയുന്ന സമയത്ത് ആശുപത്രിക്കാർ അവരെ മറ്റൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മുടെ ലേഡിയെ അവർ മയക്കി ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. പേടിക്കണ്ട, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി, അതുമാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ മയക്കി കിടത്തും. എന്നാൽ അവളുടെ ഓർമ്മ മുഴുവൻ ഈ അപകടം മാത്രമാണ്. മറ്റൊന്നും അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ അച്ഛൻ ലൂക്കാസിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ പേടിച്ചിരിക്കുകയാണ്, അച്ഛൻ എന്താ പറയാൻ പോണേന്ന്. അച്ഛൻ പറയും, അമ്മ ഓക്കെയാണ്, അമ്മയ്ക്കൊരു കുഴപ്പമില്ല, അമ്മ ഓക്കെയായി, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് അവന് ശ്വാസം നേരെ വീഴുക. പിറ്റേന്ന് ഇവരെ എംബസിക്കാർ വന്ന് അമ്മയും കുടുംബത്തെയും വിളിച്ചുകൊണ്ടുപോയി ഒരു ഫ്ലൈറ്റിൽ കയറ്റി ഇവരെ സിംഗപ്പൂരിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടുന്നാണ് ഇനി അമ്മയുടെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്. ലൂക്കാസും എല്ലാം അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അമ്മേ, ഞാൻ ഡാനിയലിനെ കണ്ടു, അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു, അവന്റെ അച്ഛനും അമ്മയും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കേട്ട് അമ്മ കരഞ്ഞുകൊണ്ട് പറയും, എനിക്ക് നിന്നിൽ അഭിമാനാടാ, നീ കാരണമല്ലേ ആ കുഞ്ഞിന് അവന്റെ കുടുംബം തിരിച്ചു കിട്ടിയത്. ഐ എം സോ പ്രൗഡ് ഓഫ് യു മൈ സൺ. അപ്പോഴും അമ്മയുടെ കയ്യിൽ ആ പേര് അത് മായാതെ കിടപ്പുണ്ടാവും. ഈ സമയത്ത് ഹീറോയുടെ കയ്യിൽ ഒരു എഴുത്തുണ്ട്. അത് ആ സഹായിച്ച കൂട്ടുകാരന്റെ ഭാര്യ ബീച്ചിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് എന്ന് എഴുതി വെച്ച ആ എഴുത്തായിരുന്നു. അതിലേക്ക് കണ്ണീരോടെ നോക്കാനല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. വീണ്ടും നിശബ്ദയായിരിക്കുന്ന ആ കടലമ്മയെ കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദ ഇംപോസിബിൾ. സോ ഗൈസ്, എങ്ങനുണ്ട് എന്ന് ചോദിക്കുന്നില്ല. ഈ ലോകത്തിനുണങ്ങാത്ത വലിയൊരു മുറിവായിരുന്നു ആ ദുരന്തം. അതിൽ ഈ ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അതൊരു ചെറിയ ആശ്വാസമാണ്. JCB കൊണ്ട് കുഴിമാന്തി ആരാണെന്ന് പോലും അറിയാത്ത ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോയി അതിലേക്ക് അടക്കം ചെയ്യുന്നത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. മറ്റൊരു വഴിയുമില്ലായിരുന്നു. അവരോടെല്ലാം മാപ്പ് പറയാനും അവരെ സ്മരിക്കാനും ഈ സിനിമ കൊണ്ടാവട്ടെ. എന്നാ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു നല്ല സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from ഒരു കഥ സുലട്ടുമാസ്.